അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന ഏരിയയിലെ പണി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ആണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഇതിലെ ഓരോ വർക്കിനും അതിൻ്റെതായ താമസമുണ്ട്, അതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ 4 ചുവരിലെ ചിത്രങ്ങളാണ്, അവിടെ നല്ല സീനറിയാണ് വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മീൻകുളത്തിലെ പെയിൻറ്റിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. അത് ഉണങ്ങാൻ ഒരു 3-4 ദിവസം എടുത്തു. പിന്നെയാണ് നമ്മുടെ ഗാർഡൻ ഏരിയയിലെ ലുക്കൊന്ന് മൊത്തത്തിൽ മാറ്റാനായിട്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് വന്നത്. ഇതിൻ്റെ ലുക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. കാരണം പുതിയൊരു രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കാണാനും നല്ല ഭംഗിയുണ്ട്, എങ്ങും വൃത്തികേടാകാതെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നേ. നമ്മുടെ പൂളിൻ്റെ റിനോവേഷൻ ചെയ്തിരിക്കുന്നത് HRM അജസാറാണ്. അജസാറിൻ്റെ പ്ലാനിങ് ആണ് ഇത് ഫുള്ളുവേ. വൈകുന്നേരത്തോടെയാണ് നമ്മുടെ ഈ പണിയൊക്കെ തുടങ്ങിയത്. കാരണം പേഷ്യൻസ് ഒന്നും ഡിസ്റ്റർബ് ആകാത്ത രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരുന്നത്. പുലർച്ചെ ഒരു 2-3 മണി വരെ നമ്മുടെ പണി നീണ്ടു നിന്നിരുന്നു. ഫൈനലി പൂളിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ്. 2-3 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ മീനുകളെ ഇതിനകത്ത് ഇടുകയുള്ളൂ. പിന്നെ ഈ വെള്ളത്തിലെ വാഴപ്പുളി ഇട്ടിരിക്കുന്ന ഈ വെള്ളത്തിലെ വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇത് നമ്മുടെ സാറാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.